വൈറ്റമിൻ എന്നാണോ വിറ്റാമിൻ എന്നാണോ നിങ്ങൾ പറയാ? വൈറ്റമിൻ ആണോ വിറ്റമിൻ ആണോ? അയ്യോ വൈറ്റമിനാ. ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഒരു സംഭവമാണ്. പറഞ്ഞോ. വിറ്റാമിൻ വൈറ്റമിൻ അല്ല. ശരിക്കും ഏതാ ശരി? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഏതാ ശരി? നിങ്ങൾ ഏതാ യൂസ് ചെയ്യാറ്? യെസ്, ബോത്ത് ക്യാൻ ബി യൂസ്ഡ്. രണ്ടും ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വിറ്റമിൻ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്, വൈറ്റമിൻ അത് അമേരിക്കൻ ഇംഗ്ലീഷ്. സോ രണ്ടും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെയുള്ളതാണ് കോൺസെപ്റ്റ്, അതായത് കൺസെപ്റ്റ്. സങ്കല്പം എന്നതിന് കോൺസെപ്റ്റ് ആണോ കൺസെപ്റ്റ് ആണോ? രണ്ടും ഉപയോഗിക്കാം. യു രണ്ട് യൂസ് ചെയ്യാം പറ്റില്ല. രണ്ട് യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സങ്കല്പം എന്നതിന് കോൺസെപ്റ്റ്. മനസ്സിലായോ? അടുത്താണ് കണ്ടന്റ്, കോണ്ടന്റ്. അതിലേതാണ്? അതായത് കണ്ടന്റാ കോണ്ടന്റാ? കണ്ടന്റ്. അപ്പോൾ അധികം ആൾക്കാർ കണ്ടന്റ് എന്നാ പറയാ. ശരിക്കും രണ്ടും ഉപയോഗിക്കാം, പക്ഷേ രണ്ടിനും രണ്ടർത്ഥം. ശരിക്കും ശ്രദ്ധിച്ചോ. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയുള്ള അവസ്ഥ. ഇപ്പോൾ ഉള്ളടക്കം എന്നുള്ളതിന്, ഇപ്പോൾ ആ വീഡിയോയുടെ കണ്ടന്റ് എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്നത് അത് കോണ്ടന്റ് ആണ്. ഉള്ളടക്കം എന്നതിന് നമ്മൾ കോണ്ടന്റ് എന്നാ പറയാ. പക്ഷേ സംതൃപ്തിയുള്ള അവസ്ഥക്ക്, ഇപ്പോൾ ഐ ആം കണ്ടന്റ് വിത്ത് മൈ ഫാമിലി ലൈഫ്. അപ്പോൾ സംതൃപ്തിയുള്ള അവസ്ഥയ്ക്ക് നമ്മൾ കണ്ടന്റ് എന്ന് പറയും, ഉള്ളടക്കത്തിന് കോണ്ടന്റ്. ഓക്കെ, ഇത് മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത മീൻസ് നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയിരുന്ന ഏതെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ, ഈ 3 വേർഡ്സിൽ ഏതെങ്കിലും നിങ്ങൾ തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഗ്രാമർ പഠിച്ചിട്ടല്ല, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം. ഓൺലൈനാണ്, വളരെ ചെറിയ ഫീ ആണ്. 3000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 മാസത്തെ കോഴ്സ്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. പുതിയ ബാച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബയോയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. താങ്ക് യു സോ മച്ച്.